ഇന്ന് രാവിലെ ഞാൻ എണീച്ച് വന്നപ്പോഴേക്കും ഉമ്മ നല്ല സുടുസുടാ പുട്ടും അടിപൊളി ബീഫ് കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ സുഖം, എന്താ രസം. അപ്പൊ അത് ഉമ്മാന്റെ കൈകൊണ്ട് തന്നെ അങ്ങോട്ട് തിന്നു. താത്ത ചെറിയൊരു കുശുമ്പോട് കൂടിയൊക്കെ നോക്കിക്കുണ്ട്, മൈൻഡ് ചെയ്യണ്ട. ആ സമയത്ത് ഞാൻ ഓർഡർ ചെയ്ത ഒരു ആമസോണിൽ ഒരു പാക്കേജ് വന്നു കേട്ടോ. എനിക്ക് ഓരോ സമയത്ത് ഓരോ പ്രാന്താണ്. ചിലപ്പോൾ എനിക്ക് കൺമഷി ഇടാനേ താല്പര്യം ഉണ്ടാവില്ല. ഇപ്പൊ എനിക്ക് അതിന്റെ ഒരു പ്രാന്താണ് കേട്ടോ, കൺമഷി ഇടാനുള്ള. അപ്പൊ കാജല്, മസ്കാര, ഐലൈനർ ഒക്കെ വാങ്ങി. ഇൻസ്റ്റഗ്രാമിൽ നല്ല റിവ്യൂ കണ്ടിട്ട് ഞാൻ സോട്രൂവിന്റെ ഒരു സെറ്റാ വാങ്ങിയത് കേട്ടോ. കാജൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഐലൈനറും മസ്കാരയും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് എനിക്കറിയാം, ഞാൻ ഇങ്ങനത്തെ ഒന്നും ഇടാത്തതുകൊണ്ടേ. ഇമ്മ അടുക്കളയിൽ നല്ല തകൃതി പണിയിലാണ്. എത്ര വേണ്ട അവിടെ വന്ന് ഇരിക്കുന്നു പറഞ്ഞാലും അടുക്കളപ്പണി തീർന്നിട്ട് അവിടെ വന്ന് ഇരിക്കുള്ളൂ കേട്ടോ. താത്തന്ന് പോവാനുള്ള പ്ലാൻ ഇനി ഞാൻ പറഞ്ഞിട്ട് ഒരു ദിവസം കൂടെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, അവളെ കണ്ട് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ ഞങ്ങളൊന്ന് പുറത്തു പോവാന്ന് വിചാരിച്ചു. അവൾക്ക് കുറച്ച് പെരുന്നാൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ രാവിലെ ഇട്ട കാജൽ തന്നെയാണ് കേട്ടോ, നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ അങ്ങനെ അങ്ങോട്ട് കണ്ണെഴുതാത്ത ആളായതുകൊണ്ട് എനിക്ക് എന്തോ സൂട്ട് ആവാത്ത പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. മക്കൾക്ക് രണ്ടാക്കും ഷോപ്പിംഗ് പറയുന്നത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമായതുകൊണ്ട് മക്കൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ അവരോടൊക്കെ ഒന്ന് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിട്ടോ. ഞാനും ഉമ്മ, താത്ത, ഇതുമൂന്നും ഓരോട്ടിട്ട് അങ്ങോട്ട് വരാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അവൾക്കാണല്ലോ ഡ്രസ്സ് വാങ്ങണത്, അപ്പൊ അവൾക്കത് ഇട്ട് നോക്കി വാങ്ങണ്ടേ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ ചേക്കേറി വരണ്ടേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു നല്ല ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമായിരുന്നു കേട്ടോ. ഇത് പെരുന്നാളിന്റെ 2 ദിവസം മുമ്പുള്ള ഒരു പ്രോസസ് ആയിരുന്നു. അതുകൊണ്ടാ തോന്നുന്നു ഒരു കളക്ഷനും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുക. ഒന്നും നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഓരോ കടയിലും ഇങ്ങനെ മാറി മാറി കയറി നോക്കുമായിരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ മക്കൾക്ക് പറ്റിയ നല്ല ടീഷർട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ നോക്കി, പക്ഷെ വാങ്ങിയില്ല കേട്ടോ. പിന്നെ താത്ത അതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് വന്നു കേട്ടോ. നല്ല വിശക്കണുണ്ടായിരുന്നു, ലഞ്ച് കഴിക്കാണ്ടാണല്ലോ പോയത്. അവിടുന്ന് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചാല് മക്കളെ അലമ്പാക്കാൻ, ഞങ്ങൾ ഇല്ലാണ്ട് നിങ്ങൾ അവിടുന്ന് പുറത്തുനിന്ന് ഒന്നും ഫുഡ് കഴിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് വിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ഗീ റൈസ്, ബീഫ് കറി, നല്ല ഉപ്പേരി, ബീഫ് പൊരിച്ചത് എല്ലാം ഉണ്ട്. ഇത് ഞാൻ ഉമ്മാക്ക് വാങ്ങിക്കൊടുത്ത ചുരിദാറിന്റെ സെറ്റാണ് കേട്ടോ. അവിടെ ഒറ്റൊരു പീസ് അവിടെ അങ്ങനെ കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടപ്പോൾ ഉമ്മാക്ക് അത് ഇഷ്ടപ്പെട്ടപ്പോൾ അത് അങ്ങോട്ട് വാങ്ങി. പിന്നെ സുജി വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ കുറച്ച് നേരം ടോട്ടോന്റെ ലിയോന്റെ ഒപ്പം കൂടെ കളിച്ചു കേട്ടോ. രാത്രി ആയിട്ടും ഉമ്മാക്ക് ഈ അടുക്കളയിൽ നിന്ന് പോരാനായില്ല കേട്ടോ. എന്ത് കൂടോത്രാണാവും ഈ അടുക്കളയിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. പഴം കേടായി പോകണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പഴംപൊരി ഉണ്ടാക്കാൻ കേട്ടോ ആ രാത്രി. ഇമ്മങ്ങടെ ആ പഴം കൊണ്ട് പോണതും കണ്ടു, പഴംപൊരി ആയി വരുന്നതും കണ്ടു. ഇത്ര ഈസി ആയിരുന്നു ഈ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ എല്ലാവരും ഈ പഴംപൊരി ഒക്കെ കടിച്ച് വലിച്ചിരിക്കട്ടെ. അപ്പൊ ശരി, ബൈ.